നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നടന്മാരുടെ ചില മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനുകളെ പറ്റിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കാം. ലിസ്റ്റിലാക്കിയത് 2014 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ ഫാൻ എന്ന സിനിമയാണ്. ഈ സിനിമയിൽ ഷാരൂഖ് ഖാൻ 2 റോളുകളിൽ വരുന്നുണ്ട്. ആര്യൻ ഖന്ന, ഗൗരവ് ചന്ന എന്ന ക്യാരക്ടേഴ്സ്. ആര്യൻ ഖന്ന എന്ന ക്യാരക്ടർ വലിയൊരു സെലിബ്രിറ്റിയാണ്. അതായത് റിയൽ ലൈഫ് ഷാരൂഖ് ഖാന്റെ പോലെ തന്നെ. ഇന്ന് ഷാരൂഖ് ഖാന്റെ പ്രായം 58 വയസ്സാണ്. ഈ ഒരു ക്യാരക്ടറും 50കളിൽ നിൽക്കുന്ന ഷാരൂഖ് ഖാന്റെ സെയിം ലുക്കുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഗൗരവ് ചന്ന എന്ന ക്യാരക്ടർ വെറും 25 വയസ്സായ സാധാരണ ക്യാരക്ടറാണ്. ആര്യൻ ഖന്നയുടെ വലിയൊരു ഫാനാണ് ഗൗരവ് ചന്ന. സിനിമകളിൽ വയസ്സാക്കാൻ വളരെ എളുപ്പമാണ്, ചെറുപ്പമാക്കാനാണ് പാട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി 50കളിൽ നിൽക്കുന്ന ഷാരൂഖ് ഖാനെ 25 വയസ്സിലേക്ക് കൊണ്ടുവരണമായിരുന്നു. ഈ ഗൗരവ് ചന്ന എന്ന ക്യാരക്ടറിന് ആര്യൻ ഖന്നയുടെ ഒരു ഫേസ് കട്ടുമുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഗൗരവ് ചന്ന ആര്യൻ ഖന്നയുടെ വലിയൊരു ഫാനായി മാറിയത്. ഗൗരവ് ചന്നയ്ക്ക് ആര്യൻ ഖന്നയുടെ ഫേസ് കട്ട് വേണം, എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ രണ്ടുപേരും ഡിഫറന്റുമായിരിക്കണം. ഇതിനുവേണ്ടി ഷാരൂഖ് ഖാനെ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യണമായിരുന്നു. ഇതിനായി ഹോളിവുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. ആദ്യമൊന്നും ഇദ്ദേഹത്തിന് ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. ഷാരൂഖ് ഖാന്റെ ഫേസ് കട്ടും വേണം, എന്നാൽ ഡിഫറന്റുമായിരിക്കണം. 25 വയസ്സ് പ്രായം തോന്നിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഗൗരവ് ചന്ന എന്ന ക്യാരക്ടർ. മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ താൻ ഇതുവരെ ചെയ്ത എല്ലാ മോഡൽസും നോക്കി. അപ്പോഴാണ് അദ്ദേഹം ഹോളിവുഡ് നടനായ ബ്രാഡ് പിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മോഡൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രാഡ് പിറ്റിനെ ഓർമ്മ വന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായി. ഷാരൂഖ് ഖാന്റെ ഫേസ് സ്ലിമായ നീണ്ട ഒരു ഫേസ് ആണ്. ബ്രാഡ് പിറ്റിന്റെ ഫേസ് ഒരു റൗണ്ട് ഫേസ് ആണ്. ഷാരൂഖ് ഖാന്റെ ഫേസും ഇതുപോലെ ആക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഷാരൂഖ് ഖാനെ 6 മണിക്കൂർ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തു. 6 മണിക്കൂർ തുടർച്ചയായ മേക്കപ്പ് കഴിയുന്നതുവരെ ചെയറിൽ നിന്ന് എവിടേക്കും പോകാൻ പറ്റില്ല. ശേഷം ഷാരൂഖ് ഖാന്റെ ഹെയർ സ്റ്റൈൽ മാറ്റി. അവസാനം ഷാരൂഖ് ഖാനെ ഇങ്ങനെയാക്കി മാറ്റി. ഇതിനോടൊപ്പം CGI കൂടിയായപ്പോൾ 25 വയസ്സായ ഷാരൂഖ് ഖാൻ റെഡി. മേക്കപ്പിന് വേണ്ടി മാത്രം 3 കോടി രൂപയാണ് ചെലവായത്. ഇത്രയൊക്കെ ചെയ്തിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച സിനിമയായിരുന്നിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറി. ഇതുപോലെ 2022 പുറത്തിറങ്ങിയ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമയിൽ ഷാരൂഖ് ഖാൻ 19 വയസ്സുകാരനായി വരുന്നുണ്ട്. വെറും മിനിറ്റുകൾ മാത്രമുള്ള സീനായതിനാൽ മേക്കപ്പിനേക്കാൾ കൂടുതൽ CGI ആണ് ഇവിടെ യൂസ് ചെയ്തത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ. അടുത്തത് ഋതിക് റോഷന്റെ ധൂം എന്ന സിനിമയാണ്. ധൂം സിനിമയിൽ ഋതിക് റോഷൻ മൊത്തം 6 ക്യാരക്ടേഴ്സിനെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്യാരക്ടർ ഒരു വയസ്സായ ബ്രിട്ടീഷ് ക്യൂനാണ്. 6 റോളുകൾക്കും വേണ്ടി ഹോളിവുഡിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യിപ്പിച്ചു. ബ്രിട്ടീഷ് ക്യൂനാവാൻ വേണ്ടി പ്രോസ്തറ്റിക് മേക്കപ്പ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ സ്കിന്ന് മുഖത്തൊപ്പിച്ചു. ശേഷം 7 മണിക്കൂറോളം തുടർച്ചയായ മേക്കപ്പ്. പ്രധാനമായും ഫേസും കൈയുമാണ് മേക്കപ്പ് ചെയ്തത്. അവസാനം വിഗും കോസ്റ്റ്യൂമും കൂടിയായപ്പോൾ ബ്രിട്ടീഷ് ക്യൂൻ റെഡി. അടുത്തത് വയസ്സായ ഒരു അപ്പൂപ്പൻ ക്യാരക്ടറാണ്. ഇതിലും സെയിം പ്രോസ്തറ്റിക് മേക്കപ്പ് യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത വയസ്സായ സ്കിന്നുണ്ടാക്കി. ഫേസും കൈയും തന്നെയായിരുന്നു മേക്കപ്പ് ഏരിയസ്. തുടർച്ചയായ 5 മണിക്കൂറിന്റെ മേക്കപ്പിന് ശേഷം ഒരു വിഗ് കൂടിയായപ്പോൾ അപ്പാപ്പനായ ഋതിക് റോഷൻ റെഡി. അടുത്തത് ഒരു പ്രീസ്റ്റ് ക്യാരക്ടറാണ്. ഇതിന് വലിയ മേക്കപ്പ് ഒന്നും വേണ്ടി വന്നില്ല. ആകെ മേക്കപ്പ് ചെയ്തത് മൂക്കാണ്. മൂക്ക് അല്പം വലുതാക്കി ഷേപ്പ് മാറ്റി. ശേഷം താടിയും മുടിയും വിഗ് വെച്ചു. ഈ ഒരു മേക്കപ്പിന് 1.5 മണിക്കൂർ വേണ്ടി വന്നു. അടുത്തത് തിയേറ്ററിൽ വരുന്ന ഈ ഒരു ക്യാരക്ടറാണ്. ഇതിനും വലിയൊരു മേക്കപ്പ് വേണ്ടി വന്നില്ല. പ്രധാനമായും മേക്കപ്പ് ചെയ്തത് 2 ചീക്ക് ഏരിയസിലാണ്. ശേഷം ഒരു വിഗും ഗ്ലാസും കൂടിയായപ്പോൾ ഈ ഒരു ക്യാരക്ടറും റെഡി. ഈ ഒരു മേക്കപ്പിന് ഏകദേശം 2 മണിക്കൂർ വേണ്ടി വന്നു. അടുത്തത് ഋതിക് റോഷനും ഐശ്വര്യ റായും ഒരുമിച്ചാണ്. 2 പേരും വയസ്സായ ക്യാരക്ടേഴ്സ്. 2 പേർക്കും കൂടി 6.5 മണിക്കൂറിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പ് വേണ്ടി വന്നു. ശേഷം വിഗും കോസ്റ്റ്യൂം കൂടിയായപ്പോൾ ഈ ഒരു ക്യാരക്ടറും റെഡിയായി. അടുത്തത് അമിതാഭ് ബച്ചനാണ്. 2009 പാ എന്നൊരു സിനിമ പുറത്തിറങ്ങി. ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചൻ ആരോ എന്ന ക്യാരക്ടറെയാണ് അവതരിപ്പിച്ചത്. ആരോ ഒരു 12 വയസ്സുള്ള പയ്യനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നെന്നാൽ ഈ ഒരു ക്യാരക്ടറിന് ജന്മന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. സാധാരണ മനുഷ്യനേക്കാൾ 6 ഇരട്ടി പ്രായമാവും. ഈ ഒരു സിനിമയ്ക്ക് അമിതാഭ് ബച്ചന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരുന്നു. കാരണം എന്തെന്നാൽ സിനിമയിൽ അഭിഷേക് ബച്ചനുമുണ്ട്. നമുക്കറിയാം റിയൽ ലൈഫിൽ അമിതാഭ് ബച്ചന്റെ മകനാണ് അഭിഷേക് ബച്ചൻ. എന്നാൽ ഈ ഒരു സിനിമയിൽ അഭിഷേക് ബച്ചന്റെ മകനായിരുന്നു അമിതാഭ് ബച്ചൻ. മാത്രമല്ല മികച്ച അഭിനയത്തിന് അമിതാഭ് ബച്ചന് നാഷണൽ അവാർഡ് വരെ കിട്ടി. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തുടർച്ചയായി 6 മണിക്കൂർ പ്രോസ്തറ്റിക് മേക്കപ്പ് വേണ്ടി വന്നു. മേക്കപ്പ് അഴിക്കാനും 2 മണിക്കൂർ വേണം. സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. ഒരു ഫാമിലി ഇമോഷണൽ മൂവിയാണ്. അടുത്തത് അക്ഷയ് കുമാറാണ്. എന്തിരൻ 2.0 സിനിമയിൽ പക്ഷിരാജൻ എന്നൊരു ക്യാരക്ടറുണ്ട്. പക്ഷിരാജൻ ഒരു ഗോസ്റ്റ് ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ ആകുവാൻ 3 മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേർന്ന് 6 മണിക്കൂർ തുടർച്ചയായി പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു. മേക്കപ്പ് അഴിക്കാനും 2 മണിക്കൂർ വേണം. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് അക്ഷയ് കുമാറിന് ലിക്വിഡ് ഫുഡാണ് കൊടുത്തിരുന്നത്. ഈ ഒരു സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. ആകെയുള്ള ഒരു പോരായ്മ പക്ഷിരാജൻ എന്ന ക്യാരക്ടറായിരുന്നു. പക്ഷിരാജൻ ഒരു ഗോസ്റ്റ് ക്യാരക്ടറാണ്. ഒരു റോബോട്ടിന് വില്ലനായി ഗോസ്റ്റ് വന്നത് സിനിമയ്ക്ക് അത്ര മാച്ചിങ് ആയില്ല. അക്ഷയ് കുമാറിന് മുമ്പ് അമീർ ഖാനെയും കമൽഹാസനെയും ഹോളിവുഡിലെ അർണോൾഡിനെ വരെ ഡയറക്ടറായിട്ടുള്ള ശങ്കർ പക്ഷിരാജൻ ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചിരുന്നു. സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അർണോൾഡ് വന്നിരുന്നു. അവിടെ വെച്ചാണ് ശങ്കർ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്യുമെന്ന്. ശേഷം പക്ഷിരാജൻ എന്ന ക്യാരക്ടർ ചെയ്യുവാനാണ് അർണോൾഡിനെ വിളിച്ചത്. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അർണോൾഡ് റിജക്ട് ചെയ്തു. ശേഷം അമീർ ഖാനെയും കമൽഹാസനെയും വിളിച്ചു. ഇവരും റിജക്ട് ചെയ്തു. ഒരുപക്ഷെ പക്ഷിരാജൻ എന്ന ക്യാരക്ടറിന് പകരം മറ്റൊരു റോബോട്ട് വില്ലനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർണോൾഡ് വരെ സമ്മതിക്കുമായിരുന്നു. അർണോൾഡ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ പാൻ വേൾഡ് ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടാന്. സിനിമ വലിയൊരു വിജയമാകുമായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ലെങ്കിലും വിജയമായ ഒരു സിനിമയാണ്. അടുത്തത് ചിയാൻ വിക്രമാണ്. സിനിമയിൽ വിക്രമിന് 3 ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ വൈറസ് ബാധിച്ച ക്യാരക്ടറിന് വേണ്ടി 80 കിലോയിൽ നിന്ന് വിക്രം വെയിറ്റ് 50 കിലോയായി കുറച്ചു. ഈ ഒരു ക്യാരക്ടർ ആകുവാൻ 6 മണിക്കൂറോളം പ്രോസ്തറ്റിക് മേക്കപ്പ് വേണ്ടി വന്നു. 2 പല്ലുകൾ പറിക്കേണ്ടി വന്നിട്ടുണ്ട്. ശേഷം ബോഡി ബിൽഡർ ക്യാരക്ടർ ആകുവാൻ 50 കിലോയിൽ നിന്ന് 120 കിലോയായി വെയിറ്റ് ഉയർത്തി. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വിക്രം വലിയൊരു ഡെഡിക്കേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബീസ്റ്റ് ക്യാരക്ടർ ആകുവാൻ 7 മണിക്കൂർ പ്രോസ്തറ്റിക് മേക്കപ്പ് വേണ്ടി വന്നു. അടുത്തത് കമൽഹാസനാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് കൊണ്ടുവന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയ നടനുമാണ് കമൽഹാസൻ. 96 പുറത്തിറങ്ങിയ ഇന്ത്യ എന്ന സിനിമയിലായിരുന്നു ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് യൂസ് ചെയ്തത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് കമൽഹാസൻ ഒരു ജൂനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഹോളിവുഡിലെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റായ മൈക്ക് വെസ്റ്റ്മോറിന്റെ കൂടെ കമൽഹാസൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈക്ക് വെസ്റ്റ്മോർ ഓസ്കാർ വരെ നേടിയിട്ടുണ്ട്. ഹോളിവുഡിലെ വലിയ സിനിമകളിലൊന്നായ റാംബോ സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇദ്ദേഹമായിരുന്നു. ഒപ്പം ജൂനിയറായി കമൽഹാസനും ഉണ്ടായിരുന്നു. റാംബോ 3 എന്ന സിനിമയിൽ മൈക്ക് വെസ്റ്റ്മോറിനൊപ്പം കമൽഹാസനും സിൽവസ്റ്റർ സ്റ്റലോണിനെ വരെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്രോസ്തറ്റിക് മേക്കപ്പിനെ പറ്റിയുള്ള ഐഡിയ കമൽഹാസൻ ശങ്കറിനോട് ആദ്യമായി പറയുന്നത്. അങ്ങനെ ഇന്ത്യ എന്ന സിനിമയിൽ 75 വയസ്സായ ക്യാരക്ടറായി കമൽഹാസനെ പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തു. ഇതുപോലെ ദശാവതാരം എന്ന സിനിമയിൽ കമൽഹാസൻ 10 റോളുകളിലാണ് വന്നത്. ഇതിൽ 10-8 ക്യാരക്ടേഴ്സിനും വേണ്ടി മണിക്കൂറുകളോളം പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.